മക്കളെ, നമ്മൾ വളരെ താത്വികമായിട്ട് ഷാർപ്പ് ഷൂട്ടായിട്ടാണ് ഇത് പഠിക്കുന്നത്. ഇത് പഠിച്ചാൽ നിങ്ങൾ അലഞ്ഞ് എപ്പോഴും ആലപ്പുഴ നടക്കേണ്ട കാര്യം വരത്തില്ല. ഉടമ്പടി കറക്റ്റ് ഷാർപ്പ് ഷൂട്ട് ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ ഈ ഫോർമുല നമുക്കറിയാമല്ലോ. ഞാനൊന്നും കയ്യിൽ നിന്നിട്ട് ഒരിക്കലും പറയത്തില്ല, ഒരു കഥ പറയത്തില്ല, ഒരു സംഭവം പറയത്തില്ല, ഒന്നും പറയത്തില്ല. എല്ലാം കർത്താവിൻ്റെ വചനങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. കർത്താവിൻ്റെ വചനങ്ങളിലുള്ള ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ ആരെയാണ് ഈശോ ഇഷ്ടപ്പെട്ടത്? ഇപ്പം നമ്മൾ 3:14 വായിച്ചു, അല്ലെങ്കിൽ 3:13. എന്താണ്? അവിടുന്ന് തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അതല്ല പ്രശ്നം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ആരാണ്? ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് ഉത്സാഹമുള്ളത്, അത്യുത്സാഹത്തോടെ ദൈവത്തെ സ്നേഹിക്കണത്, അല്ലെങ്കിൽ നിത്യകാലം മരണം വരെ ദൈവത്തെ സ്നേഹിക്കുമെന്ന് ഉറപ്പുള്ളവരെയാണ് ഈശോ ആദ്യം വിളിക്കുന്നത്. അത് നിങ്ങൾ ടെക്നിക്ക് മനസ്സിലാക്കണം. മരണം വരെ, അല്ലാതെ ഇപ്പോൾ ഒരു സീസൺ വന്നു, ഒരു പ്രശ്നം വന്നു, വസ്തു വിൽപ്പാനുണ്ടായി, അല്ലെങ്കിൽ ഒരു പശുവിനെ കച്ചവടം ചെയ്യാനുണ്ടായി, ആരെങ്കിലും എടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ഒന്ന് ഉടമ്പടി ചെയ്തേക്കാം, അങ്ങനെയുള്ള ഉടമ്പടി ക്രിസ്ത്യാനിയെ ഒന്നും വിശ്വസിക്കത്തില്ല കർത്താവ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു വിളിയാണ്, അതേക്കാൾ ഉപരി ഇതൊരു തിരഞ്ഞെടുപ്പാണ്. അതിനെ 2:10 പറയണത് വിളി മാത്രമല്ല, തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? തിരഞ്ഞെടുക്കുന്നത് ഇഷ്ടപ്പെട്ടവരെയാണ്. ഇഷ്ടപ്പെട്ടത് ആരാണ്? അതായത് അവസാനം വരെ തൻ്റെ കൂടെ ആയിരിക്കുമെന്ന് ഈശോക്ക് ഉറപ്പുള്ളവരെയാണ്. അവസാനം വരെ ആയിരിക്കുന്നത് എന്തിനാണ്? ചുമ്മാ അല്ല, സുവിശേഷം കൈമാറണം. അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സുവിശേഷം കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ, സുവിശേഷം അതായത് യേശുവിനെ മറ്റ് വ്യക്തികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും പോപ്പാണെങ്കിലും രാജിവെച്ച് പോകാൻ പറയും. അതാണ് പ്രശ്നം. വേറെ ഒന്നുമില്ല, വേറെ മാർഗമൊന്നുമില്ല. സുവിശേഷം കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരായിട്ടും കാര്യമില്ല. അതൊക്കെ വെറും ഒരു ഫങ്ഷൻ മാത്രമായി പോകും. മറിച്ച് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് സുവിശേഷ കൈമാറ്റമാണ്. അത് ക്രിസ്തുവിനെ കണ്ണടച്ച് ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് എന്ത് എളുപ്പമാണ് സുവിശേഷം കൈമാറാൻ. കൃപാസനം പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുന്ന എത്രയോ പേരാണ് ആ പത്രം വായിച്ചിട്ട് കർത്താവിനെ തിരക്കി വരണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ കാലം മുതൽ തന്നെ അത് കൈമാറണം എന്നുള്ള മനസ്സിൽ എപ്പോഴും ഉണ്ട്. കാര്യം 6ാം ക്ലാസ് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വൊക്കേഷൻ ക്യാമ്പ് കേൾക്കണത്. കാര്യം ഈ ദൈവവിളിക്ക് വേണ്ടി ഞങ്ങളുടെ സ്കൂളിലെ അച്ഛന്മാർ വരുമ്പോൾ അവർ പറയണതാണ്, നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ആ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മരിയൻ പെരേര, ഞങ്ങളുടെ രൂപതയിൽ. അപ്പോൾ അദ്ദേഹം ബോർഡെ കൂടെ എഴുതിയിട്ട് ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിൽ ബോർഡെ കൂടെ എഴുതിയിരിക്കണം ഞാൻ കാണുന്നുണ്ട്. ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കുക. 9ാം ക്ലാസ്സിൽ ഈ മനുഷ്യൻ വരും. പിന്നെ IMS യേശുദാസ് അച്ഛൻ വരും. ഇവരൊക്കെ എന്താ പറയണത്? വിളവധികമാണ്, വേലക്കാരെ ചുരുക്കം. സത്യം പറയാം, ഈ 2 വചനങ്ങളാണ് ഞാൻ 6ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും കേട്ടത്. ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട്. ഞാൻ ഇന്നും സെമിനാരി വെച്ച് -സെമിനാരി ചെല്ലുമ്പോൾ എനിക്കൊരു കുഞ്ഞു പുസ്തകം ഉണ്ടായി. കാര്യം പഴയ പുസ്തകങ്ങളുടെ എല്ലാം അവസാനത്തെ പേജ് കീറി എടുത്തിട്ട് തുന്നിക്കെട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പുസ്തകമാണ് കുഞ്ഞു പുസ്തകം. കാര്യം ഒരു പുസ്തകം മേടിക്കണ്ടേ, അപ്പോൾ അതിന് പൈസ വേണ്ടേ. അതിന് പകരം ബാക്കിയുള്ള പേജൊക്കെ അവസാനം എഴുതാത്ത പേജെല്ലാം കീറി എടുത്തിട്ട് കുത്തി കെട്ടിയിട്ട് സ്വന്തമായിട്ട് പുസ്തകം ഉണ്ടാക്കും. അതിമേ മുഴുവനും എഴുതി വെക്കണത് വിളവധികം വേലക്കാർ ചുരുക്കമെന്നാണ്. അത് മുഴുവനും അന്ന് കാലത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം അതാണ്. അന്ന് മുതലേ കർത്താവ് എനിക്ക് ശ്വാസം പോലെ തന്നാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്. അതായത് നിങ്ങളോട് ഞാൻ അത് തന്നെ പറയണത്. എൻ്റെ മക്കൾ, അതാണ് സത്യം. അതായത് നിങ്ങൾ ജീവിതം കൊണ്ട് ഈശ്വരനെ കൈമാറാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടും. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തിനാണ് തിരഞ്ഞെടുക്കണത്. കേവലമായ ഒരു തിരഞ്ഞെടുപ്പുമില്ല. തിരഞ്ഞെടുപ്പ് എല്ലാം ഫലം പുറപ്പെടുവിക്കാനുള്ളതാണ്. അതിപ്പോൾ നമ്മൾ മർക്കോസിൻ്റെ 15-16 എടുത്ത് മർക്കോസ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-16 ശ്രദ്ധിക്കട്ടെ. പാടി വാഴ്ത്തുന്നു. ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് പാടുക. ഒരുമിച്ച് പാടുക, സന്തോഷത്തിന് കൈയടിച്ച് പാടുക. വായിച്ചോളൂ. യോഹന്നാൻ 15-16. യോഹന്നാൻ 15-16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. See, got the catch the point.
എന്താ പറയണത്? നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. അപ്പൊ എന്റെ അർത്ഥം, നമ്മൾ എന്തെങ്കിലും ഗിമിക്ക് കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പുള്ളിക്കാരനാണ് തിരഞ്ഞെടുക്കണത്, നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ലേ. ഇത് മർക്കട ന്യായം പോലെയാ. ഭാരത മീമാംസകളിലെ മർക്കട ന്യായമുണ്ട്, മാർജാര ന്യായമുണ്ട്. അപ്പോൾ മർക്കട ന്യായം എന്ന് പറയുമ്പോൾ, കുരങ്ങിൻ്റെ കുഞ്ഞ് എന്നെ കുരങ്ങ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തള്ളക്കുരങ്ങിൻ്റെ മുതുകത്ത് ഈ കുഞ്ഞു കുരങ്ങ് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണം. അപ്പോൾ അവിടെ പിടിച്ചിരുന്നില്ലെങ്കിൽ തള്ളക്കുരങ്ങ് ചാടുമ്പോൾ കുഞ്ഞ് തെറിച്ചു പോകും. അവിടെയാണ് കുഞ്ഞിന് ഒരു റോളുണ്ട്. പക്ഷെ പൂച്ച മാർജാരന്യായം എന്താ? പൂച്ച കുഞ്ഞിനെ കൊണ്ടുപോകണമാണ്. അവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല അല്ലേ? മച്ചിൻ്റെ പുറത്തേക്ക് പൂച്ച കയറണം എങ്ങനെയാണ്? കുഞ്ഞു കൊച്ചിനെ കടിച്ചുകൊണ്ട് കയറും. ഇങ്ങനെ ചോദിച്ചതിൻ്റെ പോലെ കിടക്കേ ഉള്ളൂ. അവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല. അതുപോലെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് ഒരു സീരിയസ് വെല്ലുവിളിയാണ്, ഒരു ചാലഞ്ചാണ്. അത് നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, എൻ്റെ കർത്താവേ, എൻ്റെ കഴിവിനേക്കാൾ ഉപരി നിന്റെ കൃപയിലാണ് എൻ്റെ ദൈവവിളിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നാൽ ആകർഷിക്കപ്പെടാൻ എനിക്ക് ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഒരുമിച്ച് പാടണം, പാടി വാഴ്ത്തുന്നു. അടുത്ത വചനം വായിച്ച് 15-16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ പെടാനുള്ള മാർഗമുണ്ട്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ നമ്മളെ പെടാനും ദൈവത്താൽ ആകർഷിക്കപ്പെടാനുള്ള മാർഗം എന്താണ്? വായിച്ചോളൂ. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. രണ്ട് കാര്യമാണ്. ഒന്നെന്താണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം. പിന്നെന്താണ്? നിങ്ങളുടെ ഫലം നിലനിൽക്കണം. അപ്പം നിലനിൽക്കുന്ന ഫലമാണെന്ന് ഫലം പുറപ്പെടുവിക്കുമെന്ന് കണ്ടാൽ, ആ ഫലം നിലനിൽക്കുന്നതാണെന്ന് കണ്ടാൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അല്ല, സീസണലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാവരും അനുവർത്തിക്കണ സീസണൽ സ്പിരിച്വാലിറ്റിയാണേ. ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥനാ പദ്ധതി ഉണ്ടായി. അത് പ്രാർത്ഥനയെ സാക്ഷ്യം പറഞ്ഞ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അത് ഇഷ്യൂ ബേസ്ഡാണ്. പക്ഷെ അത് നിലനിൽക്കണില്ല. അവിടെ പ്രശ്നം. തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ രണ്ട് ക്വാളിറ്റി വേണം. എന്താണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം. ഫലം ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കണം. ഫലം പുറപ്പെടുവിക്കണം. പിന്നെ എന്താണ്? ഫലം നിലനിൽക്കണം. എന്ന് വെച്ചാൽ അത് ഈ രണ്ട് കാര്യം, ഫലം പുറപ്പെടുവിക്കണം, പിന്നെ എന്താ ഒന്ന് പറഞ്ഞേ? ഫലം പുറപ്പെടുവിക്കണം. രണ്ടാമത്തെ എന്താണ്? ഫലം നിലനിൽക്കണം. നിങ്ങൾ ഈ നിലനിൽക്കുന്ന ഫലമാണ് പുറപ്പെടുവിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ 45 വയസ്സ് കഴിഞ്ഞാലും 50 വയസ്സ് കഴിഞ്ഞാലും 60 വയസ്സ് കഴിഞ്ഞാലും ഒക്കെ കർത്താവിൻ്റെ കൃപയിൽ കർത്താവിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുമെന്ന് എങ്ങാനും ദൈവത്തിന് മനസ്സിലായാൽ പിന്നെ ഈ തിരഞ്ഞെടുപ്പ് പെട്ടെന്നാവും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എന്നെ നീ തിരഞ്ഞെടുക്കണമേ. എന്നെ ഫലം പ്രാപിക്കുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറ്റണമേ. ഫലം നിലനിൽക്കുന്ന സൃഷ്ടിയായി മാറ്റണമേ. രണ്ട് കാര്യവും പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം ഉടമ്പടിയോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്താണ്?
സമയച്ചുരുക്കത്തിൻ്റെ സംഭവമാണ് ഇതെല്ലാം. സമയച്ചുരുക്കം ആർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കണത്? സമയച്ചുരുക്കം ആർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കണത്? അതായത് അത് 13:20 വായിച്ച ഒന്നൊരു മർക്കോസ് സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, പറഞ്ഞ കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അപ്പൊ സമയം ചുരുക്കണത് ദൈവത്തിന്റെ പ്രഖ്യാപിതമായ നയപരിപാടിയാണ്. ആ നയപരിപാടിയിലുള്ളതാണ് സമയം ചുരുക്കി കൊടുക്കും ആർക്കായാലും. പക്ഷേ സമയം ചുരുക്കാൻ എളുപ്പം എന്താണ്? തിരഞ്ഞെടുക്കപ്പെടുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി സമയം ചുരുക്കും. ആരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. എന്ത് ഫലമാണ്? നിലനിൽക്കുന്ന ഫലം. നിലനിൽക്കുന്ന ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയോളം നിലനിൽക്കുന്ന ഫലം. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ.